മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ളവർക്കും ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണെന്ന് ജെബി മേത്തർ. മനസ്സും മനസാക്ഷിയും ഹൃദയവും ഇല്ലാത്ത മന്ത്രിയാണ് ചിഞ്ചു റാണിയെന്നും MP. ന്യൂസ് 99 കേരളക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്യസഭാ MPയും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമായ ജെബി മേത്തർ. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ളവർക്കും ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, ഇവരുടെയൊക്കെ റിയാക്ഷൻസ് എല്ലാം കാണുമ്പോൾ ജനത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യം. മന്ത്രി ചിഞ്ചു റാണിയുടെ വിഷയം തന്നെ എടുക്കുക. നാടും നാട്ടുകാരും കൊല്ലം മാത്രമല്ല കേരളം മനസ്സും മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയായിട്ടാണ്. എന്താ വെച്ചാൽ എല്ലാവരും അമ്മമാരാണ്, എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നവരാണ്. എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കേരളത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടുക? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ആ മിഥുൻ എന്ന ആ ഒരു കുട്ടി, ആ കുട്ടിയെ ആ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ 2 മക്കളെയും ഇവിടെ നിർത്തിക്കൊണ്ട് അമ്മ വീട്ടു ജോലിക്കായി കുവൈറ്റിൽ പോയത്. ആ അമ്മയുടെ നുറുങ്ങുന്ന വേദന ഒരു അമ്മ ഹൃദയം തേങ്ങുന്നതെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സും മനസാക്ഷിയും ഹൃദയവും ഇല്ലാത്ത മന്ത്രിയാണ് ചിഞ്ചു റാണി എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. ആ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് വളരെ ക്രൂരമായി പോയി. അതിനുശേഷം കേരളം കണ്ട കാഴ്ച, എല്ലാവരും ആ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ മന്ത്രി സൂംബ ഡാൻസ് ചെയ്യുന്നതാണ്. സൂംബ ഡാൻസിനെതിരല്ല നമ്മൾ, പക്ഷെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും റിയാക്ട് ചെയ്യാനും ഇവർക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരുന്നുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്? ഇതൊരു മന്ത്രി ചിഞ്ചു റാണിയുടെ മാത്രം പ്രശ്നമല്ല. വയനാട്ടിലെ രാധയുടെ ആ കടുവ പകുതിയോളം ഭക്ഷിച്ചു. ആ നാട്ടുകാര് വിറങ്ങലിച്ച് രാധയെ കാണാതെ ഓടി നടന്നപ്പോൾ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ തൊട്ടടുത്ത ജില്ലയിൽ ഒരു ഫാഷൻ ഷോയിൽ പാട്ട് പാടുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. മന്ത്രി വീണ ജോർജ് അവിടെ ആ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ്. എന്ത് സ്ഥാപിക്കാൻ? ഇവിടെ ആൾപെരുമാറ്റമില്ല, ഇത് പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണ് എന്നെല്ലാം സ്ഥാപിക്കാനുള്ളതിനിടയിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും പെട്ടിരുന്നോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ബിന്ദുവിനെ ഒന്ന് രക്ഷിക്കാൻ സാധിച്ചേനെ. ആശാവർക്കർമാരുടെ സമരം കത്തി നിൽക്കുന്ന സമയത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്നു, വാർത്തകൾ കൊടുക്കുന്നു. അത് JP നഡ്ഡ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററിനെ കാണാൻ വേണ്ടിയാണ് ആശാവർക്കർമാരുടെ പ്രശ്നം സംസാരിക്കാൻ. പക്ഷേ ഈ ഡൽഹിയിലേക്ക് പോയ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡയുടെ ഒരു അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാതെയാണ് പോയത്. ആൾക്കാരെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കാത്ത, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാത്ത കല്ല് ഹൃദയമുള്ള ഭരണകർത്താക്കളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇതിനൊക്കെ മറുപടി UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതുവഴി നിലമ്പൂരിൽ നിന്നും ജനങ്ങൾ കൊടുത്തു നൽകി. ആ കാറ്റ് കേരളത്തിൽ ഉടനീളം UDFന് അനുകൂലമായ കാറ്റ് വീശും. ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും 2 വർഷം ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ട് പിരിഞ്ഞതിന്റെ 2ാം വാർഷികമാണ് നമ്മൾ ഇന്നലെയൊക്കെ അവിടെ കണ്ടത്. നമ്മളെല്ലാവരും കേരളം മുഴുവൻ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചത്. ഉമ്മൻചാണ്ടി സാർ കാഴ്ചവെച്ച പോലെയുള്ള ഒരു കരുണയും കാരുണ്യവും നിറഞ്ഞ ഒരു ഭരണം UDFന്റെ നേതൃത്വത്തിൽ വരാൻ പോവുകയാണ് എന്നുള്ളതും ഉറപ്പാണ്. മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഭരണത്തിലെത്തി വികാരമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ജനങ്ങളുടെ മനസ്സുകളിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ്. ജനത്തിന്റെ മനസ്സ് മടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഏത് മേഖല വേണമെങ്കിലും എടുത്തു നോക്കും. അത് മയക്കുമരുന്നിന്റെ ഒരു മാഫിയയുടെ അഴിഞ്ഞാട്ടമാണെങ്കിലും, സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകന്റെ നാടായി കേരളം മാറുമ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഉറവിടം എന്താണ്? ഇതിന്റെ സോഴ്സ് എന്താണ്? ഇത് എങ്ങനെയാണ് ഈ അതിർത്തി കടത്തി ഇങ്ങോട്ട് വരുന്നത്? ഇതിന്റെ നെറ്റ്വർക്ക് എന്താണ്? ചെയിൻ എന്താണ്? ഇതൊന്നും നോക്കാൻ ഈ ഗവൺമെന്റിന് താല്പര്യമില്ല. ഇതിന്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ അമ്മമാരാണ്. അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്നുകൂടി പറഞ്ഞാണ് ഈ യാത്ര. ഇപ്പോൾ 1000 പിന്നിട്ടിട്ടുണ്ടെങ്കിൽ 1474 മണ്ഡലങ്ങളിലേക്കും ഈ യാത്ര എത്തിച്ചേരുമ്പോൾ ജനവികാരം ഒപ്പിയെടുത്തുകൊണ്ട്, അമ്മമാരുടെ വികാരം ഒപ്പിയെടുത്തുകൊണ്ട്
ഞങ്ങൾ വിരൽ ചൂണ്ടുകയാണ് ഈ ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, LDF സർക്കാരിനെതിരെ. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരായിരിക്കും.